ബിയോണ്ട് ദ ഹെഡ്ലൈൻസിലേക്ക് വീണ്ടും സ്വാഗതം. ജനാധിപത്യ സംവിധാനത്തിൻ്റെ പഴുതുകളിലൂടെ ഏതു സമയത്തും കടന്നു വരാവുന്ന ഒന്നാണ് സമഗ്രാധിപത്യം എന്ന് ഓരോ വർഷവും ജൂൺ 25 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അടിയന്തരാവസ്ഥയുടെ 41ാം വാർഷികം അതുകൊണ്ട് തന്നെ ഇക്കൊല്ലവും നമ്മൾ ആചരിച്ചു. ഈ സന്ദർഭത്തിൽ ബിയോണ്ട് ദ ഹെഡ്ലൈൻസ് അടിയന്തരാവസ്ഥ കാലത്തെ വീണ്ടും ഓർക്കുന്നു. ये आकाशवाणी है। अब आप प्रधानमंत्री श्रीमती इंदिरा गांधी का राष्ट्र के नाम संदेश सुनिए। भाइयों और बहनों, राष्ट्रपति जी ने आपातकाल की घोषणा की है। इससे आतंकित होने का कोई कारण नहीं है। The President has proclaimed emergency. This is nothing to panic about. I am sure you are all conscious of the അലഹബാദ് ഹൈക്കോടതി വിധിയെ തുടർന്ന് തന്റെ അധികാരത്തിന് കോട്ടം തട്ടുമോ എന്ന ഒരു ഭരണാധികാരിയുടെ സംശയം. ഒരു രാഷ്ട്രത്തെയും അവിടുത്തെ ഭരണ സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ടുള്ള കൊടും ക്രൂരതകൾക്ക് അരങ്ങൊരുക്കാൻ ഇന്ദിരാഗാന്ധിയെ പോലൊരു ഭരണാധികാരി തയ്യാറായപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് ജനാധിപത്യത്തിന്റെയും പൗരസ്വാതന്ത്ര്യത്തിന്റെയും മേലുള്ള നമ്മുടെ വിശ്വാസമാണ്. പ്രതിരോധത്തിന്റെ ഏറ്റവും ചെറിയ കണികയെപ്പോലും ഇല്ലായ്മ ചെയ്ത് വിധേയത്വവും അനുസരണയുള്ളവരുമാക്കി ജനതയെ മാറ്റിയെടുക്കുന്ന താൽക്കാലിക ഭരണകൂട നടപടി മാത്രമായിരുന്നോ നമുക്ക് അടിയന്തരാവസ്ഥ? മുതൽ 1977 വരെയുള്ള കാലത്തെ നാം ഇന്ന് എങ്ങനെയൊക്കെയാണ് ഓർത്തെടുക്കുക? നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിലൂടെ നേടിയ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, ജനാധിപത്യം, അത് ഇടയ്ക്ക് അപഹരിക്കപ്പെട്ടപ്പോൾ അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ ജനത നടത്തിയ പുതിയൊരു സ്വാതന്ത്ര്യ സമരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ജനാധിപത്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണെന്നുള്ളതാണ്. അപ്പോൾ ഇക്കാലത്തെയും പ്രസക്തി എന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് ജനാധിപത്യം അപകടത്തിലാണെങ്കിൽ നിശ്ചയമായിട്ടും ആ സമരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് വീണ്ടും സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യാൻ. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തുടർന്നും ജനാധിപത്യത്തിന് വേണ്ടി സമരം ചെയ്യാൻ ആവേശം പകരുന്ന ഒരു സ്മരണയാണത്. രാജ്യമെങ്ങും പ്രതിപക്ഷ നേതാക്കളെ ഇന്ദിരയുടെ പോലീസ് വേട്ടയാടി പിടിച്ചു. പ്രതിഷേധ ശബ്ദങ്ങളെ പരമാവധി ഇല്ലാതാക്കി. പലരും ഒളിവിൽ പോയ പലരെയും ഒറ്റുകാർ പോലീസിന് മുന്നിൽ കൊണ്ടുവന്നു. ഉത്തർപ്രദേശിലും ബീഹാറിലും ബംഗാളിലും കേരളത്തിലും സംസ്ഥാന സർക്കാരുകൾ രാഷ്ട്രീയ വിരോധം തീർക്കാനുള്ള ആയുധമായി ഇതിനെ ഉപയോഗിച്ചു. പൗരസ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും ചങ്ങലക്കിട്ടുകൊണ്ട് കേരളത്തിൽ ട്രെയിനുകളും ബസ്സുകളും സമയത്തോടുകയും ഓഫീസുകളും സ്കൂളുകളും സമയത്തിന് പ്രവർത്തിക്കുകയും ചെയ്തു. ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയ രാജനെയും വർക്കല വിജയനെയും അങ്ങാടിപ്പുറം ബാലകൃഷ്ണനെയും പോലെയുള്ള ചെറുപ്പക്കാർ അതിഭീകരമായി കൊല ചെയ്യപ്പെട്ടു. ഇവിടെ അങ്ങാടിപ്പുറത്തൊരു ബീഡി കമ്പനി ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങാടിപ്പുറത്തായിരുന്നു തന്നെ. അദ്ദേഹമാണ് മരിച്ചുപോയത്. 8 മാസത്തോളം ഞാൻ വിവിധ പോലീസ് ക്യാമ്പുകളിലാണ് എന്നെ പാർപ്പിച്ചത്. പിന്നെ മനുഷ്യന് വേണ്ട യാതൊന്നുമില്ല. പല്ല് തേക്കാനും കൂടി സമ്മതിക്കാതെ, കുളിക്കലില്ല, പല്ല് തേപ്പില്ല, ഭക്ഷണം തന്നെ നാമമാത്രമായ ഭക്ഷണം, എല്ലാ തരത്തിലും ഉള്ള ടോർച്ചർ. രാജനെ കാണാതാവുന്നത് മാർച്ച് 1 ഫെബ്രുവരി 28 രാത്രി അല്ലെങ്കിൽ മാർച്ച് 1 രാവിലെ. അന്ന് ഞങ്ങളെ പിടിച്ചിട്ട് കോഴിക്കോട്ട് മനോരമൻ്റെ മുന്നിലുള്ള ഒരു ഇതിൽ കൊണ്ടുപോയിട്ട് നേരെ കക്കയത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആദ്യം ചാലീനെ പിടിച്ച് ഉരുട്ടി അവനെ അങ്ങോട്ട് മാറ്റി വെച്ച് അതിനുശേഷം രാജിന് അതേ ബെഞ്ചിൽ എത്തിയിട്ട് അപ്പോഴാണ് ഞാൻ എത്തുന്നത്. ഞാൻ എൻ്റെ തൊട്ടടുത്ത് അവിടെ തന്നെ നോക്കിയാൽ കാണുന്ന വിധത്തിലുള്ള സ്ഥലത്ത് വേറൊരു ബെഞ്ചിട്ടിരുന്നു. ആ ബെഞ്ചുമേൽ എന്നെയും എടുത്ത് ഉരുട്ടി. അങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നതായിരുന്നു രാജൻ വായ പിടിച്ചുകൊണ്ടിരുന്നിരുന്നു. നിലവിളിക്കാൻ വേണ്ടിയിട്ടാണ് മൂക്കടക്കം പിടിച്ചത്. എന്നിട്ട് ഉരുട്ടുന്ന നേരം തല പിന്നെ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടപ്പോൾ ഈ സോമൻ നൂർത്തി വെച്ചിട്ട് വെള്ളം പാരുന്നുണ്ട്, വെള്ളം മുഖത്ത് ഒഴിച്ചു വെക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് അവൻ പറയുന്നുണ്ട് ഇവൻ തട്ടിപ്പ് കാണിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവൻ നൂർത്തി വെച്ചിട്ടും കിട്ടിയില്ല. അപ്പം ജയറാം മെഡിക്കലും
എല്ലാവരും വന്ന് നോക്കി, ജയറാം മെഡിക്കലും ലക്ഷ്മണിയും മസൂറിനും ഒക്കെ വന്ന് നോക്കുന്നുണ്ട്. വന്ന് നോക്കി അവർ കണ്ടപ്പോൾ അവർക്ക് തീരുമാനമായി ഇവൻ രക്ഷപ്പെടില്ല എന്ന്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൻ്റെ സമയത്തൊക്കെ ഇവിടെ അന്ന് ഒരു 10-20 ദിവസം കഴിഞ്ഞിട്ടാണ് തോന്നുന്നു എന്നെ അറസ്റ്റ് ചെയ്തത്. അങ്ങനെയൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവം എനിക്ക് അത്ര അറിയില്ല. കാരണം അത്ര ആ ഒരു പ്രായമാണ്. പിന്നെ ഒന്ന് മാത്രം അറിയാം, ഇവിടെ എന്തെല്ലാമൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നും അതുപോലെ പാവപ്പെട്ടവന് ദാരിദ്ര്യവും വിഷമം അതൊക്കെ ഞാൻ കുറേ ജീവിതത്തിൽ അനുഭവിച്ചിട്ട് ഉള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എപ്പോഴും അങ്ങനെ ഒരു ഇതുണ്ട് എന്നല്ലാണ്ട് അടിയന്തരാവസ്ഥ ഇത്രയും ഒരു ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം പുറത്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതൊന്നും നമുക്കും അറിയില്ലായിരുന്നു. ആ കാലത്ത് അപ്പോഴത്തെ സമകാലീന സംഭവ വികാസങ്ങളുമായിട്ടുള്ള കുറച്ച് നാടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സാംസ്കാരിക വേദിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ ആ നാടകത്തിലൊക്കെ അഭിനയിച്ചു എന്നുള്ള ആ ഒരു ഇതിലാണ് അവർ അറസ്റ്റ് ചെയ്തതെന്ന് പറയുന്നത്. ക്രൂരവും നിന്ദ്യവുമായ ഭേദ്യമുറകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി മാത്രം തയ്യാറാക്കിയ ടോർച്ചർ ക്യാമ്പുകളിൽ മാസങ്ങളോളം നിരന്തര പീഡനത്തിനിരയായവരുടെ നിലവിളികൾ പക്ഷേ ഇനിയും മലയാളിയുടെ ചരിത്രബോധത്തിന്റെ ഭാഗമായിട്ടില്ല. അവർ ആരൊക്കെ ആയിരുന്നുവെന്നോ എന്തായിരുന്നുവെന്നോ എത്ര പേരുണ്ടായിരുന്നുവെന്നോ നമുക്ക് തിട്ടമില്ല. കക്കയം, ശാസ്തമംഗലം, ഇടപ്പള്ളി, മാലൂർകുന്ന് തുടങ്ങിയ സ്ഥലപ്പേരുകൾ വെറും സ്ഥലനാമങ്ങൾ മാത്രമല്ലെന്ന് ഏതു ചരിത്രമാണ് നമ്മളോട് പറയുക? ഈ അടിയന്തരാവസ്ഥ എന്തായിരുന്നു എന്ന് പുതിയ തലമുറയ്ക്ക് അതിനെക്കുറിച്ച് വായിക്കുന്ന ആളുകൾക്കല്ലാതെ മറ്റുള്ള ആളുകൾക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ ഒരു ഇരുണ്ട നാളുകളായിരുന്നു 19 മാസക്കാലം നീണ്ടുനിന്ന ഈ അടിയന്തരാവസ്ഥയുടെ കുപ്രസിദ്ധ നാളുകൾ. അപ്പം അതുകൊണ്ട് ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പൊരുതുകയും രക്തസാക്ഷികളാവുകയും തടവറയിൽ അടയ്ക്കപ്പെട്ടവരുമാണ് ഇന്ത്യയിലേക്ക് ജനാധിപത്യം തിരിച്ചു കൊണ്ടുവന്നത്. ഞാനൊക്കെ അന്ന് നക്സലൈറ്റ് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇവിടെ നിലനിൽക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സമരം അല്ല ചെയ്തിരുന്നത്. ഇവിടെ നിലനിൽക്കുന്ന ജനാധിപത്യം കപടമാണെന്നും അതുകൊണ്ട് അത് തകർക്കപ്പെടണമെന്നും പറഞ്ഞിരുന്നവരാണ്. അപ്പോൾ അടിയന്തരാവസ്ഥക്കെതിരായി സമരം എന്നുള്ള അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ അന്നത്തെ അതിനെ കണ്ടത്. ഈ മൊത്തം വ്യവസ്ഥക്കെതിരായ ഒരു സമരം എന്ന രീതിയിലാണ് കണ്ടിരുന്നത്. അടിയന്തരാവസ്ഥ സ്വാഭാവികമായി വന്നതാണെന്ന് ഞങ്ങൾ പറഞ്ഞു തന്നെ ന്യായീകരിക്കുന്നു എന്നാണ് അടിയന്തരാവസ്ഥ എന്നാണ് ഞങ്ങൾ അന്ന് വാദിച്ചിരുന്നത്. അപ്പോൾ പിന്നെ അന്ന് സമരം ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്ന് പറയുന്നത് വേറൊരു സ്വാതന്ത്ര്യ സങ്കല്പത്തിൽ നിന്നാണ് അത്. ജനാധിപത്യ ബോധത്തിന്റെ കാര്യത്തിൽ കേരളത്തെക്കാൾ പിന്നോക്കമെന്ന് കരുതുന്ന മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ പോലും അടിയന്തരാവസ്ഥ തടവുകാരെ അംഗീകരിച്ചു കഴിഞ്ഞു. ഈ സമരത്തെ സ്വാതന്ത്ര്യ സമരമായി, രണ്ടാം സ്വാതന്ത്ര്യ സമരമായി അംഗീകരിക്കുകയും രാഷ്ട്രീയ തടവുകാരായി അടിയന്തരാവസ്ഥ പോരാളികളെ അംഗീകരിക്കുക. 2, ഈ അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടം എന്നുള്ളത് ചരിത്രത്തിൻ്റെ പാഠപുസ്തകമാക്കുക പുതിയ തലമുറയെ സംബന്ധിച്ചു. ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും ഇത്തരത്തിലുള്ള ഒരു ഫാസിസ്റ്റ് തേർവാഴ്ച നടന്ന രാജ്യങ്ങളിലൊക്കെ അത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള ചരിത്രമായി ഈ പോരാട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളെ ചരിത്ര സ്മാരകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടവും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചരിത്ര സ്മാരകമാക്കി മാറ്റുക. അടിയന്തരാവസ്ഥ തടവുകാരെ രാഷ്ട്രീയ തടവുകാരായി പരിഗണിക്കണമെന്നും അവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നുമുള്ള ആശയത്തോടും ആവശ്യത്തോടുമുള്ള കേരള സമൂഹത്തിന്റെ പ്രതികരണം എന്താണ്? സ്വാതന്ത്ര്യ സമരത്തോളം തന്നെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് അടിയന്തരാവസ്ഥ വിരുദ്ധ സമരം എന്ന് പറയുന്നത്. ഒരു ചെറിയ പീരീഡിലാണെങ്കിൽ പോലും സ്വാതന്ത്ര്യ സമരകാലത്ത് അനുഭവിച്ച പോലെ തന്നെ വലിയ പീഡനങ്ങളും കൊടിയ മർദ്ദനങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് അതിനെതിരായി സമരം ചെയ്തവരെല്ലാം. അപ്പോൾ ആ നിരത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് കൊടുക്കുന്ന അതേ തന്നെ അർഹത, അതേ അവകാശങ്ങളും അതേ അവർക്ക് പെൻഷനും ഒക്കെ അവർക്ക് അനുവദിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ്. കാരണം അത് എങ്കിൽ മാത്രമേ അപ്പോഴും മാത്രമേ നമ്മൾ അടിയന്തരാവസ്ഥ വിരുദ്ധ സമരത്തെ ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഭാഗമായി നമ്മൾ ഉൾക്കൊള്ളുന്നുള്ളൂ എന്നുള്ളതാണ്. അടിയന്തരാവസ്ഥയെ പല രീതിയിൽ എതിർത്തുകൊണ്ട് അന്ന് സമരങ്ങളിൽ ഏർപ്പെടുകയും അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്താണെന്ന് രാഷ്ട്രീയ തടവുകാർ തന്നെയാണ്, സംശയമൊന്നുമില്ല. ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ട് ഇത്തരം അതായത് അടിയന്തരാവസ്ഥയുടെയൊക്കെ ഭാഗമായി അവശത അനുഭവിക്കേണ്ടി വന്ന ആളുകൾക്കുള്ള സഹായങ്ങൾ നൽകാനുള്ള ജനകീയ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാവുന്നതാണ്. അടിയന്തരാവസ്ഥാ കാലത്ത് മർദ്ദനമേറ്റപ്പോൾ ധരിച്ചിരുന്ന ചോര പുരണ്ട കുപ്പായം നിയമസഭയിൽ ഉയർത്തിക്കാട്ടിയ പിണറായി വിജയൻ ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥയെന്ന നെറികേടിനെ സധൈര്യം നേരിട്ടവരെ രാഷ്ട്രീയ തടവുകാരായി അംഗീകരിക്കാൻ ഇടതു സർക്കാർ തയ്യാറാകേണ്ടതുണ്ട്. ആ പോരാട്ടത്തെയും അതിൽ പങ്കെടുത്തവരെയും ചരിത്രത്തിന്റെ ഭാഗമായി കാണേണ്ടതുണ്ട്. അടിയന്തരാവസ്ഥ വിരുദ്ധ സമരത്തോട് ഇടതുപക്ഷത്തിനൊരു ബദൽ സമീപനം വേണം. അത് RSSന്റെ സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും.
ആ ബദൽ സമീപനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യത്തിന് വേണ്ടിയുള്ള വർഗസമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു സമീപനമാണത്. ആ സമീപനത്തിൽ നിന്നുകൊണ്ട് അതിന് ആ അവകാശങ്ങൾ അംഗീകരിക്കാൻ സാധിക്കും. പീഡന വഴികൾ കടന്നുപോയവർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടത് പോരാട്ടത്തെ ശരിവെക്കലാണ്. പോരാട്ടത്തിൻ്റെ വിലയിടലല്ല ഇത്. മുൻ ഇടതു സർക്കാരുകളുടെ നിലപാട് മാനദണ്ഡമാക്കിയാൽ ഇപ്പോഴത്തെ സർക്കാരും ഇതിന് സന്നദ്ധമാവുമോ എന്ന് കണ്ടു തന്നെ അറിയണം. മറ്റൊരു മേഖലയിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതുവരെ റേഷൻ അരി പോലും ഞങ്ങൾക്ക് ഇവിടെ 1 രൂപയുടെ അരി പോലും ഇതുവരെയും കിട്ടുന്നില്ല. ട്രോളിംഗ് നിരോധനത്തിൻ്റെ ലക്ഷ്യം ശരിയായിരിക്കെ തന്നെ അതുമൂലം മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന കഷ്ടതകൾ ഒരു ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടതാണ്. ട്രോളിംഗ് നിരോധനം 2 ആഴ്ച പിന്നിടുമ്പോഴും സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ സൗജന്യ റേഷൻ കിട്ടിത്തുടങ്ങിയിട്ടില്ല. ഇതിനായുള്ള നടപടികളൊന്നും തുടങ്ങിയിട്ടില്ലെന്നാണ് അറിയുന്നത്. സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും അലംഭാവം മൂലം ട്രോളിംഗ് നിരോധകാലം വീണ്ടും ഒരു കഷ്ടകാലമായി മത്സ്യത്തൊഴിലാളികൾക്ക് മാറിയിരിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ വറുതിയുടെ കാലമെന്ന് പറയുന്ന ട്രോളിംഗ് നിരോധം പതിവ് പോലെ ഈ കൊല്ലവും നിലവിൽ വന്നു. ജൂൺ 14 അർദ്ധരാത്രിയിൽ വന്ന ട്രോളിംഗ് നിരോധം ജൂലൈ 31 വരെ നീണ്ടു നിൽക്കും. ഇതിനിടയിലുള്ള 47 ദിവസം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുരിതപൂർണമാണ്. പ്രത്യക്ഷത്തിൽ 10,000-ലധികം മത്സ്യത്തൊഴിലാളികളെ ട്രോളിംഗ് നിരോധം ബാധിക്കുന്നുണ്ട്. അനുബന്ധ വ്യവസായം കൂടി ചേർത്താൽ ഇത് 100,000-ൽ പരം വരും. ഇക്കാലയളവിൽ മറ്റ് തൊഴിലുകൾക്ക് പോകാൻ ഇവർക്ക് സാധിക്കുകയുമില്ല. ചെറിയ കാലയളവായതുകൊണ്ട് തന്നെ മറ്റ് തൊഴിലുകൾ ലഭിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ ഈ കാലം ഇവരെ വലിയ കടക്കണിയിലേക്ക് തള്ളിവിടാറുമുണ്ട്. ഇവിടെ എല്ലാവരും ഇപ്പം ജോലിയൊന്നുമില്ല. എല്ലാവരും ഇവിടെ ചുമ്മാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കോട്ടും വടക്കോട്ടും നടക്കുക ആൾക്കാർ, ജോലിയൊന്നുമില്ലാതെ 4 മാസമായിട്ട് ഇവിടെ പട്ടിണി കിടക്കുക ജനങ്ങൾ. മത്സ്യത്തൊഴിലാളികൾക്ക് ഇവിടെ ഒരു പണിയും ഇവിടെ ഒന്നുമില്ല. ബോട്ട് ഫീൽഡ് ആകപ്പാട് ഇവിടെ സ്തംഭിച്ച്. വേറെ എന്താണ് ജോലി മാർഗം നമുക്കുള്ളത്? നമുക്കറിയേണ്ടത് കടലിലെ മത്സ്യങ്ങളെ കുറിച്ചുള്ള ജോലിയെന്ന് നമുക്കറിയാവുള്ളൂ. പിടിക്കാൻ പൈസയും ഇല്ല, ജോലിക്ക് പോകാത്തതുകൊണ്ട് ഇല്ല. പിന്നെ അതുകൊണ്ട് ഇവിടെ വന്ന് വലയൊക്കെ ഇവിടെ ഇരിക്കുന്ന കണ്ടില്ലേ, അതുകൊണ്ട് ഞങ്ങൾ വലയൊക്കെ ഇവിടെ വെച്ചോണ്ട് ഇരുന്ന് ചീട്ട് കളിക്കുക. ഫിഷിങ് വളരെ പരാജയമാണ് ഇവിടെ. പട്ടിണിയല്ല, വേറെ മാർഗവും ഇല്ല. ഒരു പണി ഇവിടെ ഇല്ല, കടകൾ പോലും കണ്ടില്ലേ, ഹാർബർ ശൂന്യം. ഒരു പണിക്കും പോകാൻ പറ്റാത്ത, മറ്റൊരു മേഖലയിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. മത്സ്യബന്ധനം കൊണ്ട് തന്നെ കഴിയുന്നവരാണ് ഞങ്ങളൊക്കെ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കുറേ അധികം ആളുകൾ, കുറേ പുതിയ മക്കൾ, ഈ ഗൾഫിലൊക്കെ കിടന്ന മക്കൾ അവിടെയൊക്കെ ജോലിയില്ലാത്ത അവസ്ഥ വന്നപ്പോൾ നാട്ടിൽ വന്ന് ഈ മേഖലയിലോട്ടാണ് അവർ ചേക്കേറിയിരിക്കുന്നത്. അവരൊക്കെ നാട്ടിലുള്ളവർ തന്നെ അവരധികം വളരെ പ്രതിസന്ധിയില്ല അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്, പിന്നെ അനുദിന ചെലവിന്. ഇത് മത്സ്യമേഖലയിൽ നിന്ന് കിട്ടുന്ന ഞങ്ങൾ ഈ മക്കളുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതെല്ലാം ഇപ്പം നമ്മൾ മറ്റ് സഹോദരങ്ങളോ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ മേടിച്ചൊക്കെ ഇത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ട്രോളിംഗ് നിരോധം ഫലവത്താകണമെങ്കിൽ തീരത്ത് ഇക്കാലയളവിൽ പട്ടിണി ഇല്ലാതാക്കണം. ഈ ലക്ഷ്യത്തോടെയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ സർക്കാർ പ്രഖ്യാപിച്ചത്. പദ്ധതി പ്രകാരം നിലവിൽ 2 തവണയായി 25 കിലോ അരിയാണ് ലഭിക്കുന്നത്. എന്നാൽ നിരവധി വർഷങ്ങളായി സൗജന്യ റേഷൻ കിട്ടുന്നത് ട്രോളിംഗ് നിരോധം പിൻവലിച്ച് ആഴ്ചകൾ കഴിയുമ്പോൾ മാത്രം. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന സാഹചര്യത്തിൽ ഇതിന് മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും അതും ഉണ്ടായില്ല. സൗജന്യ റേഷൻ വിതരണം ചെയ്യുന്നതിന് മുന്നോടിയായി ഫിഷറീസ് വകുപ്പും റേഷൻ ഔട്ട്ലെറ്റുകളും തൊഴിലാളികളിൽ നിന്ന് അപേക്ഷ വാങ്ങുന്നതിനുള്ള നടപടി പോലും ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. റേഷൻ സാധാരണ ഇവിടെ പോർട്ടടയ്ക്കുമ്പോൾ സൗജന്യ റേഷൻ കൊടുക്കുന്ന, അതിനെപ്പറ്റി ഇതുവരെ ഇവരൊന്നും ഇവിടുത്തെ ഗവൺമെൻറ് ഒന്നും തിരക്കിയിട്ടുമില്ല, ഒന്നും തിരക്കാനുമില്ല. അവരാരും ഒന്നും ചെയ്യുന്നുമില്ല. ആപ്ലിക്കേഷൻ കൊടുക്കും, പക്ഷേ അതിന് അവരാരും ഒന്നും തിരക്കുന്നില്ലല്ലോ. ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു കാര്യവും അവർ തിരക്കാറില്ല. ഇതുവരെ റേഷൻ അരി പോലും ഞങ്ങൾക്ക് ഇവിടെ 1 രൂപയുടെ അരി പോലും ഇതുവരെയും കിട്ടുന്നില്ല. കേരളത്തിൽ
ട്രോൾ ബാൻ പീരീഡിൽ ഒരു സൗജന്യ റേഷൻ പ്രഖ്യാപിക്കുക മാത്രമാണ് പതിവ്. അതേസമയം ഞാൻ മനസ്സിലാക്കുന്നത് തമിഴ്നാട് സർക്കാർ 62 ദിവസത്തേക്കുള്ള മത്സ്യബന്ധന നിരോധന സമയത്ത് ഓരോ മത്സ്യത്തൊഴിലാളിക്കും ഒരു മാസം 4000 രൂപ വെച്ച് ഒരു മത്സ്യബന്ധനത്തിന് പോകാത്തതിൻ്റെ പേരിൽ ഉപജീവന മാർഗത്തിനെന്ന നിലയ്ക്ക് 4000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. പോണ്ടിച്ചേരിയിലാണെങ്കിൽ അത് 4500 രൂപ വെച്ചാണ് പെർ മന്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ആശ്വാസമാണ്. സൗജന്യ റേഷൻ ഇത്തവണ ഒറ്റത്തവണയായി നൽകുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇക്കാര്യത്തിലും വ്യക്തമായ ധാരണയിലെത്താൻ സപ്ലൈകോയ്ക്കും ഫിഷറീസ് വകുപ്പിനും സാധിച്ചിട്ടില്ല. സൗജന്യ റേഷൻ പോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് കാലത്ത് ലഭിക്കേണ്ട മറ്റൊന്നാണ് സമ്പാദ്യ പദ്ധതിയിൽ നിന്നുള്ള തുക. മത്സ്യത്തൊഴിലാളികൾ അടയ്ക്കുന്ന 900 രൂപയ്ക്കൊപ്പം കേന്ദ്രവും സംസ്ഥാന സർക്കാരും അനുവദിക്കുന്ന തുക കൂടി ചേർത്താണ് സമ്പാദ്യ പദ്ധതിയിൽ നിക്ഷേപിക്കുന്നത്. എന്നാൽ ഈ തുകയും മത്സ്യത്തൊഴിലാളികൾക്ക് ലഭ്യമായിട്ടില്ല. റേഷൻ കടകൾ വഴി ആപ്ലിക്കേഷൻ ഇതുവരെ അതിന് ഓർഡർ ആയിട്ടില്ല. ഓർഡർ വരാതെ ഞങ്ങൾ അങ്ങനെ ആപ്ലിക്കേഷൻ എടുത്തിട്ട് എന്ത് ചെയ്യാനാണ് ചോദിക്കുന്നത്. ഇപ്പോഴും അവരെടുക്കുന്നത്, ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് എടുക്കുന്നത് ഉൾനാടൻ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമ്പാദ്യ പദ്ധതിയുടെ പൈസ ഇപ്പോൾ എടുക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഈ സമയത്ത് അത് തിരിച്ചു തരേണ്ടതാണ്. ഫിഷറീസിൻ്റെ മത്സ്യ ഫെഡിൻ്റെ ഓഫീസ് വഴി ഇന്നലെയും പൈസ എടുത്തുകൊണ്ടിരിക്കുക. 31-ാം തീയതി വരെ എടുക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഇനി എടുത്തു തീർന്ന് ഇനി എന്ന് വഴി എന്നാ കാശ്, അത് ബാങ്ക് വഴിയാണ് വരുന്നതെന്ന് പറയുന്നത്. പൈസ ഇനി അടുത്ത് മറ്റേ അങ്ങനെയല്ല, ഞങ്ങൾക്ക് ക്യാഷ് കിട്ടുമായിരുന്നു പെട്ടെന്ന്. ഇത് പിന്നെ ബാങ്ക് വഴിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറേ താമസം എടുക്കും, സമയത്ത് ഞങ്ങൾക്ക് ഉപകരിക്കത്തില്ല. അത് പിന്നെ പെൻഷൻ പൈസ കിട്ടുന്നില്ല, ഇത് മത്സ്യപ്പെട്ടിയില്ല, തണലിൻ്റെ പൈസ ഇല്ല, റേഷൻ ഹൗസിന് അരിയില്ല. 2 കൊല്ലമായി ആദ്യം ഫസ്റ്റിലെ തിണലിൻ്റെ കാശ് കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ തിണലിൻ്റെ കാശ് ഞങ്ങൾക്ക് വരുന്നില്ല. ഫിഷറീസിലെ കാശ് ഞങ്ങൾ പാസ്ബുക്ക് കൊടുക്കാൻ പറഞ്ഞു, പാസ്ബുക്ക് കൊടുത്തിട്ട് അക്കൗണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് അക്കൗണ്ട് പോലും കൊടുത്തിട്ടും ഞങ്ങൾക്ക് ഇതുവരെയും കാശ് ലഭിക്കുന്നില്ല. അതിൻ്റെതായിട്ടുള്ള ധാരണ അവർ എടുക്കുന്നില്ല. അത് എന്നെങ്കിലും ഒരു പ്രാവശ്യം അവർ തന്നാലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അതും എത്രയോ പേർക്ക് അക്കൗണ്ട് നമ്പർ മാറി അവർ ഓഫീസർമാർ എഴുതി അങ്ങനെയൊക്കെ മാറി മാറി പോകണമെന്നറിയാം സാറേ. അപ്പം ഞങ്ങൾ ഇതിൽ ബുദ്ധിമുട്ടും ദാരിദ്ര്യത്തിലും ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് പെൻഷനും കിട്ടുന്നില്ല. പിന്നെ അല്ലാതെ ഒടിച്ച് ഞങ്ങൾക്ക് പിന്നെ ഈ സാമ്പത്തികമായിട്ടുള്ള ഒരു ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് ഇതുവരെയും കിട്ടുന്നില്ല. ഈ കഴിഞ്ഞ വർഷം വരെ മത്സ്യത്തൊഴിലാളികൾ, ഒരു മത്സ്യത്തൊഴിലാളി 900 രൂപ അടയ്ക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ 900 രൂപ, കേന്ദ്ര സർക്കാരിൻ്റെ 900 രൂപ, അങ്ങനെ 2700 രൂപയാണ് പഞ്ഞമാസങ്ങളിൽ ലഭിച്ചുകൊണ്ടിരുന്നത്. അതായത് 4 മാസങ്ങളിലേ അത് കിട്ടത്തുള്ളൂ. അതേസമയം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഉത്തരവുണ്ടായിരിക്കുന്നു, അത് ഫലപ്രദമായി നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടില്ല. അവരുടെ പ്രഖ്യാപനം അനുസരിച്ച് ഒരു മത്സ്യത്തൊഴിലാളി 1500 രൂപയും സംസ്ഥാന സർക്കാർ 1500 രൂപയും കേന്ദ്ര സർക്കാർ അതുപോലെ 1500 രൂപ, അങ്ങനെ 4500 രൂപ ഈ മാസങ്ങളിൽ കിട്ടും എന്നാണ് പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇത് തികച്ചും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം സ്വാഗതാർഹമാണ്. പക്ഷേ അത് നടപ്പിലാക്കി തുടങ്ങിയിട്ടില്ല. നടപ്പിലാക്കുന്നത് എപ്പോഴാണോ എന്നുള്ളത് വേഴാമ്പലിനെ പോലുള്ള കാത്തിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. ഭരണകൂടത്തിന്റെ അലംഭാവത്തിനെതിരെ നിരവധി പ്രക്ഷോഭങ്ങൾ തീരത്ത് ഉയർന്നുവെങ്കിലും മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമവും അവകാശങ്ങളും ഇന്നും ഏറെ അകലെയാണ്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഒഴിച്ചാൽ ഈ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ മാറി മാറി വരുന്ന സർക്കാരുകൾ ശ്രമിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാണാത്തൊരു കുഴപ്പമുണ്ടെങ്കിലും എല്ലാം കാണുന്ന പോലെ മുപ്പുകൾ ചെയ്യുക. ശാരീരിക വൈകല്യങ്ങളെ മനക്കരുത്ത് കൊണ്ട് തോൽപ്പിച്ച് ജീവിത വിജയം നേടിയ ഒട്ടനവധി പേരുണ്ട് നമുക്ക് ചുറ്റും. അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയും പ്രേരണയുമാണ്. ജന്മനാ കാഴ്ചശക്തി ഇല്ലെങ്കിലും ഉൾക്കാഴ്ച കൊണ്ട് വിധിയെ മറികടക്കുവാൻ ശ്രമിക്കുന്ന തൃശ്ശൂർ ചിറ്റിലപ്പള്ളി പുളിക്കപ്പറമ്പിൽ രാജൻ എന്ന കുഞ്ഞുണ്ണിയുടെയും സഹോദരങ്ങളുടെയും കഥയാണ് ഇനി. ചിറ്റിലപ്പള്ളി പുളിക്കപ്പറമ്പിൽ രാജൻ എന്ന കുഞ്ഞുണ്ണിക്ക് 42 വയസ്സായി. ഓർമ്മ വെച്ചതിൽ പിന്നെ
വിശ്രമം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. ജന്മന കാഴ്ചയില്ലാത്തതിനാൽ സ്കൂളിലേക്കും ആരും കൊണ്ടുപോയില്ല. എന്നാൽ കാഴ്ചയില്ലാത്ത അച്ഛൻ്റെ പാരമ്പര്യം 4 സഹോദരങ്ങളെയും ബാധിച്ചപ്പോൾ കുഞ്ഞുണ്ണിക്ക് ഇരുട്ടിൽ ജീവിതം വിശ്രമിച്ച് തീർക്കാനാകില്ലെന്ന് ബോധ്യമായി. ശമ്പളപ്പണി കഴിഞ്ഞിട്ട് ഇവരെ കൂടെ പണിക്കാന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ കൂടെ പണിക്ക് കൂടിയിട്ട് ഇവൻ്റെ ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്നിട്ട് പള്ളിയടക്കിൽ ഇറങ്ങും. പള്ളിയടക്കിൽ നിന്ന് നമ്മളെ തന്നെ അവർ കൊണ്ടുവരും. ഇവിടെ വരും. ഇവിടെ വന്നിട്ട് നമ്മൾ കല്ല് ഇതാക്കും, മണൽ ചാക്കിലാക്കും. ഇവരെല്ലാ ആൾക്കാരും എന്നെ സഹായിക്കും. വഴി ക്ലിയറാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അതിൽ കൂടെ വരും. പിന്നെ അവർ പഴയ വഴി തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വരണമെന്ന് പറയും. അപ്പോൾ ആരുള്ള പണിയെടുക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും കൂടപ്പുറപ്പ് വരെയാണ് അവർ കാണുന്നത്. കഴിഞ്ഞ 15 വർഷമായി കോൺക്രീറ്റ് ജോലികൾ ചെയ്യുന്നു. ഇവിടുത്തെ ഏത് ജോലിയും കുഞ്ഞുണ്ണിക്ക് വഴങ്ങും. കണ്ണ് കാണാത്തൊരു കുഴപ്പമുണ്ടെങ്കിലും എല്ലാം കാണുന്ന പോലെ മൂപ്പരാൾ ചെയ്യുക. പിന്നെ മൂപ്പരാൾ രാവിലെ അവിടെ നിന്ന് സ്ഥിരമായിട്ട് പറഞ്ഞൊരു ബസ്സുണ്ട്. അതിൽ ആ ബസ്സുകാർ കയറ്റി വിടും. ഇവിടെ വന്ന് പള്ളി നിറയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് പണി സ്ഥലത്ത് അങ്ങോട്ട് വണ്ടിയമ്മ കൊണ്ട് പണി സ്ഥലത്തേക്ക് കൊണ്ടുവരും. അതുപോലെ തന്നെ പണി കഴിഞ്ഞാൽ മൂപ്പരാൾ ഞാൻ ബസ് കയറ്റി കൊടുക്കും. അപ്പോൾ അവിടെ സ്ഥിരം പോണ ബസ്സായ കാരണം അവരവിടെ മൂപ്പരാളെ കൊണ്ട് ഇറക്കി. അപ്പോൾ മൂപ്പരാൾ ഭാര്യയുടെ വന്ന് നിൽക്കും. അങ്ങനെ മൂപ്പരാൾ വീട്ടിൽ പോവും. പിന്നെ ഇപ്പോൾ ഒരു 10-15 കൊല്ലത്തോളമായി മൂപ്പരാൾ എൻ്റെ കൂടെ ഇങ്ങനെ ജോലിക്ക് വന്നു തുടങ്ങിയിട്ട്. പണി കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക്. സന്ധ്യയ്ക്ക് മുൻപ് വീട്ടിലെത്തും. അവിടെയും കാഴ്ചയില്ലാത്ത 2 സഹോദരിമാർ കാത്തിരിപ്പുണ്ടാകും. അനുജൻ സുബ്രഹ്മണ്യൻ ലോട്ടറി വിറ്റാണ് ജീവിതമാർഗം കണ്ടെത്തുന്നത്. സഹോദരിമാരായ ഉഷയും അമ്മിണിക്കുട്ടിയും പണിക്ക് പോയിരുന്നു. ആരോടും പരിഭവമില്ലാതെ സഹായത്തിന് കൈനീട്ടാതെ വൈകല്യത്തെ അതിജീവിച്ച് കഠിനാധ്വാനം കൊണ്ട് ജീവിതം കെട്ടിപ്പടുത്ത ഈ സഹോദരങ്ങളെ വിധി പിന്നെയും വേട്ടയാടി. ഇളയ സഹോദരി അമ്മിണിക്കുട്ടിക്ക് ക്യാൻസർ പിടിപെട്ടു. എന്നിട്ടും ഇവർ തളർന്നില്ല. ചികിത്സ മുടക്കിയില്ല. ഇപ്പോൾ രോഗം ഭേദപ്പെട്ടു വരുന്നു. 25 കൊല്ലം പണിതു അവിടെ ഒരു വൈദ്യരുടെ വീട്ടില്. പിന്നെ എനിക്ക് വയ്യാണ്ടായതിന് ശേഷം ഞാൻ പോകുന്നില്ല. 3 കൊല്ലമായി പോവാണ്ടായിട്ട്. അവര് പോയിട്ടുള്ള ഇതുകൊണ്ടാണ് കഴിഞ്ഞ വീട്. 5 പേർക്കും കണ്ണ് കാണാത്തവരാണ്. കുഞ്ഞുണ്ണിയുടെ ഭാര്യ മിനിയും ഇവർക്ക് കൂട്ടായി കൂടെയുണ്ട്. സർക്കാരിനൊന്നും കിട്ടിയില്ല. പെൻഷൻ കിട്ടുന്നത് അല്ലാണ്ട് വേറെ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ചേട്ടനും അനിയനും പണിക്ക് പോയ അതുകൊണ്ടാണ് ഞാൻ എന്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോണത്. കഠിനാധ്വാനം കൊണ്ട് വൈകല്യത്തെ മറികടന്ന് മാതൃകയാവുകയാണ് കാഴ്ചയില്ലാത്ത കുഞ്ഞുണ്ണിയും സഹോദരങ്ങളും. സന്മനസ്സുള്ളവർ ഇവരുടെ ജീവിതം കാണാതെ പോകരുത്. ഈ ലേഖം ബിയോണ്ട് ദ ഹെഡ്ലൈൻസ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മീഡിയ 1-ൽ. നന്ദി, നമസ്കാരം.